റീസെൻ്റ്ലി റീൽസിലും ഷോർട്സിലും ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്ന ഡാൽഗോണ കോഫി ഉണ്ടാക്കിയാലോ? സംഭവം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാ, തുടങ്ങിയാലോ? അതിനാദ്യം വേണ്ടത് ആവശ്യത്തിനുള്ള ബ്രൂ പൊടിയും കുറച്ച് പഞ്ചാരയും കുറച്ച് പാലും ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാടാ. ഞാനിത് റീൽസിലൊക്കെ കണ്ട സമയത്ത് ഭയങ്കര റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ മെയിൻ റിസ്ക് എന്ന് പറയുന്നത് കളറ് മാറി നല്ല ക്രീമി ടെക്സ്ചറിൽ വരാമെന്നുള്ളതാണ്. പക്ഷേ അതിനൊരു 5 മിനിറ്റ് മതിയെന്ന് ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത്. കുറച്ച് ബ്രൂ പൊടി, ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. വെള്ളം ചൂടുവെള്ളം ആവണമെന്നൊന്നുമില്ല, ഏത് വെള്ളമായിരുന്നാലും കുഴപ്പമില്ല. 5 മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ല, പെട്ടെന്ന് അതിൻ്റെ കളർ മാറി വരും. കളർ മാറിയാൽ മാത്രം പോരാ, നല്ല ക്രീമി ടെക്സ്ചറിൽ വരെയും വേണം. അതിന് നല്ലോണം മിക്സ് ചെയ്യണം. ഒരു 4 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നല്ല ക്രീമി ടെക്സ്ചറിൽ വരും. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാല് തിളപ്പിക്കാൻ വെക്കാം. പാല് തിളയ്ക്കുമ്പോൾ ഈ ക്രീം ഡയറക്റ്റ്ലി നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ടാലുള്ള പ്രശ്നം, നിങ്ങൾക്ക് സാധാ കോഫി ഈ കോഫിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവില്ല. ഈ തിളച്ച പാല് നമ്മളൊരു ഗ്ലാസ്സിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഒരു ക്രീം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ പുറത്തു കൂടി ഒഴിക്കുക. ഒരു ഗ്ലാസ് പാലിനുള്ള രീതിക്ക് ഇട്ട് കൊടുക്കുക, അല്ലാതെ മൊത്തം എടുത്ത് ഒഴിക്കരുത്. ഇനി നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നോർമൽ കോഫിയും ഡാൽഗോണ കോഫിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.